പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രകളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ടീം ഇന്നത്തെ യാത്രയിൽ ആദ്യമായി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുമാരപുരത്തിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വീട്ടിലൊരു അതിഥിയെ വാട്ടർ ടാങ്കിലോ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ പണി നടക്കുന്നുണ്ട്. നമ്മളവിടെ എത്തി. നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം ആ അതിഥി ആരാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ഇനി മൂർഖൻ്റെ കുഞ്ഞാണോ ആരാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ മൂർഖന്മാരുടെ മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അതിഥി സർപ്പമെന്നറിയപ്പെടുന്ന മൂർഖനെന്നറിയപ്പെടുന്ന അതിഥിയായിരിക്കും. നമുക്ക് നോക്കാം, നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക്. ആരാണെന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി. നമ്മൾ വന്നു, അതിഥിയെ കണ്ടു. കാണാം നമ്മുടെ കുഞ്ഞൻ അതിഥി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു മൂർഖൻ, അത് ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ ഇങ്ങോട്ട് മൂർഖൻ അഥവാ കോബ്രയുടെ മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഇത് നല്ല ചൂടാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഭാഗമൊക്കെ ഒരു കുന്ന്, ഒരു മല കാടായിരുന്നു. നല്ല കാട് കയറി. അത് ഇവിടെ വീടേ ഇല്ല. ചെട്ടിക്കുന്ന് എന്ന് പറഞ്ഞാൽ ചെന്നിലൂടെ എന്നൊക്കെ പറയുന്നൊരു സ്ഥലമാണിത്. പുലിക്കുഴി ബോട്ട് ഹൗസ് എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇവിടെ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബക്കറിൻ്റെ മോഡൽ വീട്. അതിന് ബോട്ട് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞ പറമ്പും പാമ്പുകൾക്കൊക്കെ ഒരു പാമ്പ്, കാട്ടുപൂച്ച, അതുപോലെ തന്നെ കാട്ടുമുയൽ, അതുപോലെ തന്നെ കുറുക്കനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അവയൊന്നും കാണാനില്ല. ഇവയൊക്കെ ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച് വന്നപ്പോൾ ഇവർക്കൊന്നും ജീവിക്കാനൊരു അവസ്ഥയില്ലാതെ വന്നു. അപ്പോൾ ഇത് പുതിയ വീടാണ്. നല്ല വീടിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ ഫിഷ് ടാങ്കാണ്. ഈ ഫിഷ് ടാങ്കിൽ അദ്ദേഹം ചൂട് സഹിക്കാൻ പറ്റാതെ വന്ന് വെള്ളം കുടിക്കാനോ മറ്റോ വന്ന് പെട്ടുപോയതാണ്. എന്തായാലും നമുക്ക് കാണാം, വെറും 10-15 ദിവസത്തിന് താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മൂർഖൻ. നമുക്ക് അദ്ദേഹത്തെ കയ്യിലെടുക്കാം. എടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ദിവസത്തിനടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഇദ്ദേഹം മുട്ട വിരിഞ്ഞിട്ട്. ഇതൊരു ഫീമെയിൽ മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞാണ്. മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞല്ല, പെൺകുഞ്ഞാണ്. 15 ദിവസത്തിനടുത്ത് പ്രായമുള്ള കുഞ്ഞു മൂർഖൻ. ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഏറ്റാൽ നമുക്ക് മരണം സംഭവിക്കുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞു, വളരെ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവനെ ഹനിക്കാൻ കഴിവുള്ള അളവിൽ ഔഷധം ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലില്ല. പ്യുവറായിട്ടുള്ള വനമാണ്. ഈ പ്യുവർ വനങ്ങളൊക്കെ നമുക്ക് പല അസുഖങ്ങൾക്കുമുള്ള ഔഷധമാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നത്, നമ്മളെ പ്രേക്ഷകർ ഒത്തിരി കുഞ്ഞു മൂർഖന്മാരെ പരിചയപ്പെട്ടതാണ്. ഇനി നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി നമുക്ക് യാത്ര ആരംഭിക്കാം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ശ്രീകാര്യത്തിനടുത്ത് പുലിയർക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു വീട്ടിൽ ഒരു സ്ലാബിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ എന്തോ ഒരു സാധനത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ കുഞ്ഞൻ അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആ സ്ഥലത്തെത്തി. സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം അവിടെ ഇരിക്കുന്ന അതിഥി ആരാണ്.
എന്തായാലും നമ്മുടെ രണ്ടാമത്തെ യാത്ര ഇന്നത്തെ ദിവസം രണ്ടാമത്തെ യാത്ര എത്തി നിൽക്കുന്നത് പുലയർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ല ശ്രീകാര്യത്തിനടുത്താണ്. ഇവിടെ കുഞ്ഞു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ സഹോദരൻ വിളിച്ചത്. എന്തായാലും നമ്മൾ വന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാ ഈ തെർമോക്കോളിൻ്റെ അടിയിൽ അത് ഇരിക്കുന്നു എന്നല്ല, നമുക്ക് നോക്കാം. ശരി, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായി. ഇതായിരിക്കുന്ന കുഞ്ഞൻ അതിഥി. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളവരാണ് പാമ്പുകളെക്കുറിച്ച്. കുഞ്ഞിക്കുട്ടൻ എന്നൊരു സിനിമയിൽ നമ്മളൊരു കഥാപാത്രത്തെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു മൂർഖൻ അഥവാ സർപ്പമാണ്. ഇത് നമുക്ക് ഹൈന്ദവ പുരാണങ്ങളിൽ സർപ്പം എന്ന് വിളിക്കുന്നത് ഇവരെയാണ്. നമുക്ക് നല്ല സൗന്ദര്യമുള്ള അതിമനോഹരം, എന്ത് സൗന്ദര്യം! ഇദ്ദേഹത്തിനും ഈ എൻ്റെ കയ്യിലിരിക്കുന്ന അതിഥിക്കും എനിക്കും ഒരേ സൗന്ദര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും വറ്റാത്ത സൗന്ദര്യക്കാരാണ്. ജനിച്ചാൽ ഒരുപോലെ നിൽക്കുന്ന സൗന്ദര്യമുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും. അതിൽ നമുക്ക് ഒരു കുഞ്ഞ് സർപ്പം, വെറും 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് സർപ്പമാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹം കണ്ടത് എന്തായാലും നന്നായി. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം റെൻറ്റിനാണ്. അപ്പോൾ പുറകിലൊക്കെ ഒരുപാട് പാറ കൊണ്ട് മതിൽ കെട്ടിയിരിക്കണം. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഗ്യാപ്പ് ഉണ്ട് മതിലിൽ. അതിനകത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു കുഞ്ഞിനെ കണ്ടതുകൊണ്ട് പിന്നെ ഇവർക്ക് പേടിക്കണ്ട. 2 നായ്ക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ മിക്കവാറും ചെറിയ പാമ്പിനെ കണ്ടാൽ അത് ചെയ്യുന്ന അതിഥികളാണ്. കഴിഞ്ഞ ദിവസം ലോക മാതൃദിനമായിരുന്നു. ഇന്നിപ്പോൾ കിട്ടുന്നതെല്ലാം കുഞ്ഞ് ലേഡീസാണ്. കാരണം രാവിലെ ഒരു കുഞ്ഞ് മുറുക്കനെ എടുത്തതും പെണ്ണായിരുന്നു. ഇദ്ദേഹവും പെണ്ണ് തന്നെ. പക്ഷേ ഇദ്ദേഹം നല്ല ആക്റ്റീവാണ്. തന്നെ. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂടുതലും ഈ സീസണിൽ ഇങ്ങനെ ചൂട് പോവുകയാണ്. 2014 ഇങ്ങനെ ചൂട് നിലനിന്ന് പോവുകയാണെങ്കിൽ ഉരകജീവികൾ 90% ഉരകജീവികൾക്കും ജീവന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചൂട് കൂടുമ്പോൾ അവർ ഇങ്ങനെ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നും അതുവരെ പോയി കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോൾ ശരീരം കോൾഡ് ബ്ലഡ്, തണുത്ത രക്തമായതുകൊണ്ട് വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് ശരീരം ഡ്രൈ ആയിട്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ രണ്ടാമത്തെ അതിഥിയും നമ്മുടെ കുഞ്ഞ് സർപ്പം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കടി അഥവാ തലയോട്ടിയിലേക്ക് ഏറ്റാൽ, എനിക്കിപ്പോൾ തലയോട്ടിയിലൊന്നും പെട്ടെന്ന് ഏറ്റ് കഴിഞ്ഞാൽ എൻ്റെ പല്ല് ആഴത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കുഞ്ഞ് സർപ്പത്തെ നമുക്ക് ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്ര ചെയ്യാം. അടുത്തൊരു അതിഥി നമുക്ക് വേണ്ടി വലയിൽ അകപ്പെട്ട് അവശനിലയിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് യാത്രയാവാം.